भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണി ദേവിയും കാക്കേണേ, എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അഥ പഞ്ചഷഷ്ടിതമോऽധ്യായ. ശ്രീശുക ഉവാച ബലഭദ്ര കുരുശ്രേഷ്ഠ ഭഗവാൻ രഥമാസ്ഥിത സുഹൃദ്ദിദൃക്ഷുരുത്കണ്ഠ പ്രയോ നന്ദഗോകുലം പരിഷ്വക്തശ്ചിരോത്കണ്ഠൈർഗോപൈർഗോപീഭിരേവ ച രാമോഭിവാദ്യ പിതരാ വാശീഭിരഭിനന്ദിത. ചിരം നഃ പാഹി ദാശാർഹാസാനുജോ ജഗദീശ്വര ഇത്യാരോപ്യാംഗമാലിംഗ്യ നേത്രൈ ശിശിചതുർജലൈ ഗോപവൃദ്ധാംശ്ച വിധിവൽ യവിഷ്ഠൈരഭിവന്ദിത. യഥാ വയോ യഥാ സഖ്യം യഥാ സംബന്ധമാത്മനാ സമുപേത്യാഥ ഗോപാലൻ ഹാസ്യഗ്രസ്തഗ്രഹാദിഭിः വിശ്രാന്തം സുഖമാസീനം പപ്രച്ഛു പര്യുപാഗതാം. പൃഷ്ടാശ്ചാനാമയം സ്വേഷു പ്രേമഗദ്ഗദയാ ഗിരാ കൃഷ്ണേ കമലപത്രാക്ഷേ സന്യസ്താഖിലരാധസാ. കച്ചിന്നോ ബാന്ധവാ രാമാ സർവേ കുശലമാസത്തെ കച്ചിൽ സ്മരധനോ രാമ യൂയം ദാരസുതാന്വിതാ. ദിഷ്ട്യാ കംസോ ഹതപാപോ ദിഷ്ട്യാ മുക്താ സുഹൃജനാ നിഹത്യ നിർജിത്യ രിപുൻ ദിഷ്ട്യാ ദുർഗം സമാശ്രിതാ. ഗോപ്യോ ഹസന്ത്യ പപ്രച്ഛു രാമസന്ദർശനാദൃതാ. കച്ചിദാസ്തേ സുഖം കൃഷ്ണ പുരസ്ത്രീജനവല്ലഭ. കച്ചിൽ സ്മരതി വാ ബന്ധൂൻ പിതരം മാതരം ച സാ. അപ്യസൗ മാതരം ദ്രഷ്ടും സകൃതപ്യാഗമിഷ്യതി. അപി വാ സ്മരത്തെ സ്മാകമനുസേവാം മഹാഭുജ. മാതരം പിതരം ഭ്രാതॄൻ പതീൻ പുത്രാൻ ശുശൂരപി. യദർത്ഥേ ജഹിമദാശാർഹ ദുസ്ത്യജാൻ സ്വജനാൻ പ്രഭോ. താനഃ സദ്യ പരിത്യജ്യാഗത സഞ്ചിന്ന സൗഹൃദ. കഥം नु താദൃശം സ്ത്രീഭിർന ശ്രദ്ധീയേത ഭാഷിതം. കഥം नु ഗൃഹന്ത്യനവസ്ഥിതാത്മനോ വചകൃതഘ്നസ്യ ബുധാ പുരസ്ത്രിയാ. ഗൃഹന്തി വൈ ചിത്രകഥസ്യ സുന്ദരസ്മിതാവലോകോച്ഛ്വസിതസ്മരാതുരാ. കിം നസ്തൽ കഥയാ ഗോപ്യാ കഥാ കഥയതാ പരാ. യാത്യസ്മാഭിർവിനാ കാലേ യദി തസ്യാ തഥൈവ ന. ഇതി പ്രഹസിതം ശൗരേർജൽപിതം ചാരുവീക്ഷിതം
ഗതിം പ്രേമപരിഷ്വംഗം സ്മരന്ത്യോ രുരുദുസ്ത്രിയാ സംഘർഷണസ്ഥാ കൃഷ്ണസ്യാ സന്ദേശൈർഹൃദയംഗമൈ സാന്ത്വയാമാസ ഭഗവാൻ നാനാനുനയകോവിദാ ദ്വൗ മാസൗ തത്ര ചാവാത്സ്യൽ മധും മാധവമേവ ച രാമ ക്ഷപാസു ഭഗവാൻ ഗോപീനാം രതിമാവഹൻ പൂർണ്ണചന്ദ്രകലാമൃഷ്ടേ കൗമുദീ ഗന്ധവായുനാ യമുനോപവനേ രേമേ സേവിതേ സ്ത്രീഗണൈർവൃതാ വരുണപ്രേഷിതാ ദേവീ വാരുണീ വൃക്ഷകോടരാട് പതന്തി തദ്വനം സർവം സ്വഗന്ധേനാധ്യവാസയൽ തം ഗന്ധം മധുധാരായ വായുനോപഹൃതം ബല ആഘ്രായോപഗതസ്തത്ര ലലനാഭിः സമം ബഭൗ ഉപഗീയമാനചരിതോ വനിതാഭിർഹലായുധാ വനേഷു വ്യതരൽ ക്ഷീപോ മദവിഹ്വലലോചന സൃഗ്വേഗകുണ്ടലോ മത്തോ വൈജയന്ത്യാ ച മാലയാ ബിഭ്രൽ സ്മിതമുഖാംഭോജം സ്വേദപ്രാലേയഭൂഷിതം സ ആജുഹാവയമുനാം ജലക്രീഡാർത്ഥമീശ്വര നിജം വാക്യമനാദൃത്യാമത്ത ഇത്യാപഗാംബല അനാഗതാം ഹലാഗ്രേണ കുപിതോ വിചകർഷഃ പാപേ ത്വം മാമവജ്ഞായായെന്നായാസി മയാഹുതാ നേഷ്യേ ത്വാം ലാംഗലാഗ്രേണ ശതധാ കാമചാരിണി ഏവം നിർഭത്സിതാ ഭീതാ യമുനാ യദുനന്ദനം ഉവാച ചകിതാ വാചം പതിതാ പാദയോർനൃപാ രാമ രാമ മഹാബാഹോ ന ജാനേ തവ വിക്രമം യസ്യൈകാംശേന വിധൃതാ ജഗതി ജഗതപതേ പരം ഭാവം ഭഗവതോ ഭഗവൻ മാമജാനതിം മോക്തുമർഹസി വിശ്വാത്മൻ പ്രപന്നാം ഭക്തവത്സല തതോ വ്യമുഞ്ജദ്യമുനാം യാചിതോ ഭഗവാൻ ബല വിജഗാഹ ജലം സ്ത്രീഭിः കരേണുഭിരിവേഭരാട് കാമം വിഹൃത്യ സലിലാദുത്തീർണായാസിതാംബരേ ഭൂഷണാനി മഹാർഹാണി ദദൗ കാന്തി ശുഭാം സ്രജം വസിത്വാ വാസസി നീലേ മാലാമാമുച്യ കാഞ്ചനീം രേജേസ്വലംകൃതോ ലിപ്തോ മാഹേന്ദ്ര ഇവ വാരണ അദ്യാപി ദൃശ്യത്തെ രാജൻ യമുനാ കൃഷ്ണവർത്മനാ ബലസ്യാനന്ദവീര്യസ്യ വീര്യം സൂചയതീവ ഹി ഏവം സർവാ നിശായാതാ ഏകേ വരമതോ വ്രജേ രാമസ്യാക്ഷിപ്തചിത്തസ്യ മാധുര്യേർ വ്രജയോഷിതാം. ശ്രീഹരേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ബലദേവ വിജയേ യമുനാകർഷണം നാമ പഞ്ചഷഷ്ടിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മനാ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാഗവത സ്വരൂപിയുടെ അനസ്യൂതമായ അനുഗ്രഹപ്രവാഹത്താൽ ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 653 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഉത്തരാർത്ഥത്തിൽ ദശമസ്കന്ധത്തിൽ 65 അധ്യായം ആണ് നമ്മൾ
അനുസ്മരിച്ചത് അല്ലെങ്കിൽ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇനി അതിലെ ഓരോ ശ്ലോകങ്ങളെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനം ചെയ്യുക. പൂർവസൂരികളായിട്ടുള്ള ആളുകൾ, സജ്ജനങ്ങൾ, വ്യാഖ്യാതാക്കൾ പറഞ്ഞതിനെ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. എത്രയോ ആളുകൾ ശ്രീമദ് ഭാഗവതത്തെ കമ്പോട് കമ്പ് വ്യാഖ്യാനിച്ച് ലോകത്തിന് പകർന്നു തന്നിരിക്കുന്നു. ഇനി വീണ്ടും ഒന്ന്, അത് അസാധ്യമാണ്. അതിൽ ആശയപരമായി പ്രത്യേകതകളൊന്നുമില്ല തന്നെ. എങ്കിലും ഭഗവാന്റെ കഥകൾ എത്ര തവണ വ്യാഖ്യാനിച്ചാലും ഓരോ തവണ വ്യാഖ്യാനിക്കുമ്പോഴും ഭഗവാൻ നമ്മുടെ ഉള്ളിൽ കടന്നിരുന്ന് നമുക്ക് വേണ്ടത് പറഞ്ഞു തരുന്നു. അത് ഇതിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ. അങ്ങനെയുള്ള ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ ഇവിടെ ഇന്ന് ഭഗവാന്റെ ജ്യേഷ്ഠഭാവത്തിൽ അവതരിച്ച ആ അനന്തമൂർത്തിയുടെ, ഭഗവാന്റെ തന്നെ കലയായ അനന്തമൂർത്തിയുടെ, ബലഭദ്രസ്വാമിയുടെ ചില ലീലകളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഹേ കുരുശ്രേഷ്ഠ ബലഭദ്ര കുരുശ്രേഷ്ഠ ഭഗവാൻ രഥമാസ്ഥിത സുഹൃദൃദുക്ഷുരുൽക്കണ്ഠ പ്രയയൗ നന്ദഗോകുലം. ഹേ കുരുശ്രേഷ്ഠ, പരീക്ഷിത്തെ, കുരുക്കളിൽ കൗരവംശത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ പരീക്ഷിത്തെ, ഭഗവാൻ ബലഭദ്ര, ഐശ്വര്യപരിപൂർണനായിരിക്കുന്ന ആ ബലഭദ്രൻ ബലരാമൻ, രഥമാസ്ഥായ, രഥത്തിൽ കയറിയിട്ട്, സുഹൃദിദിക്ഷു ഉത്കണ്ഠ നന്ദഗോകുലം പ്രയയൗ, തൻ്റെ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ കാണാൻ, ദിദൃക്ഷു, കാണാനുള്ള ആഗ്രഹത്തോടുകൂടി അവരെ പിരിഞ്ഞ വ്യസനം, വല്ലാത്ത ഉത്കണ്ഠാകുലനായി അവിടെ നിന്ന് രഥത്തിൽ കയറി നന്ദഗോകുലം പ്രയയൗ, നന്ദഗോകുലത്തിലേക്ക്, നന്ദന്റെ ഗോകുലത്തിലേക്ക് പോയി. പരിഷ്വക്തശ്ചിരോത്കണ്ഠൈർഗോപൈർഗോപീഭിരേവ ച രാമോഭിവാദ്യ പിതരാവാശീർഭിരഭിനന്ദിത. ചിരോത്കണ്ഠൈ, കുറേ കാലമായിട്ട് ഉത്കണ്ഠാകുലരായിരിക്കുന്ന അല്ലെങ്കിൽ വിയോഗ ദുഃഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗോപൈഹി, ഗോപന്മാരാലും, ഗോപീഭി, ഗോപികമാരാലും, പരിഷ്വക്ത, ആലിംഗനം ചെയ്യപ്പെട്ട ബലരാമൻ, രാമഃ, പിതരൗ അഭിവാദ്യ, തൻ്റെ അച്ഛനമ്മമാരെ അഭിവാദ്യ, വന്ദിച്ചിട്ട്, ആശീർഭി, അനുഗ്രഹങ്ങൾ കൊണ്ട് അഭിനന്ദിക്കപ്പെട്ടു എന്നാണ്. അവിടെ അച്ഛനെയും അമ്മയെയും നന്ദഗോപരെയും യശോദയെയും നമസ്കരിച്ചു. അവര് വേണ്ട പോലെ അനുഗ്രഹിച്ചു. ഗോപീഗോപാലന്മാരെ ആലിംഗനം ചെയ്തു. ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള രീതിയിലാണ് ബലരാമസ്വാമി പെരുമാറിയത് എന്ന് ചുരുക്കം. അച്ഛനമ്മമാരെ കണ്ടപ്പോ കാക്കൽ വീണ് നമസ്കരിച്ചു. ചിരം ന പാഹി ദാശാർഹ സാനുജോ ജഗദീശ്വര ഇത്യാരോപ്യാംഗമാലിംഗ്യ നേത്രൈ ശിഷിചതുർജലൈ. ദാശാർഹ, ഹേ ദാശാർഹ, സാനുജ ജഗദീശ്വര, അനുജനോടുകൂടിയവനും ലോകനാഥനുമായിരിക്കുന്ന ത്വം, നീയ്, ചിരം ന പാഹി, എപ്പോഴും എന്നെ, ഞങ്ങളെ, ന പാഹി, രക്ഷിക്കണേ എന്നാണ്. എന്ന് പറഞ്ഞ് അംഗമാരോപ്യ, അവിടെ ആ രണ്ടുപേരെയും ഈശ്വരന്മാരായിട്ട് കാണുന്ന ദേവകി വസുദേവന്മാര്, അതേപോലെ തന്നെ ഇവിടെ യശോദ നന്ദഗോപന്മാര്, ഈ യശോദയും നന്ദഗോപരും മടിയിൽ ഇരുത്തിയിട്ട് ആലിംഗനം ചെയ്ത് നേത്രൈ ജലൈ ശിഷിച്ചതു, നേത്രജലങ്ങൾ കൊണ്ട് ആ അഭിഷേകം ചെയ്തു എന്നാണ്. കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ഉതിർന്നു വീണു. ഗോപവൃദ്ധാംശ്ച വിധിവൽ യവിഷ്ഠിരഭിവന്ദിത യഥാവയോ യഥാ സഖ്യം യഥാ സംബന്ധമാത്മന. അതേപോലെ വിധിവൽ ഗോപവൃദ്ധാൻ, വിധിപ്രകാരം ഗോപവൃദ്ധന്മാരെ അഭിവന്ദ്യ, അവരെ വീണ് നമസ്കരിച്ച് അഭിവന്ദിച്ചിട്ട്, ആത്മനഃ, തൻ്റെ യവിഷ്ഠൈ, താണവരാൽ, യഥാവയ, വയസ്സിനനുസരിച്ച്, യഥാസഖ്യം,
ഇഷ്ടമനുസരിച്ച് സംബന്ധമനുസരിച്ച് ഒക്കെ അഭിനന്ദിക്കപ്പെട്ടു എന്നാണ്. ബലരാമനിൽ നിന്ന് വയസ്സിന് താഴ്ന്ന ഗോപകുമാരന്മാർ ബലരാമനെ വീണ് നമസ്കരിച്ചു. അതേപോലെ തന്നെ ആ ഒപ്പത്തിലുള്ള ആളുകളെ കെട്ടിപ്പിടിച്ചു. ബലരാമനേക്കാൾ ആ പ്രായം കൊണ്ട് മൂത്ത ആളുകളെ ബലരാമൻ അങ്ങോട്ട് നമസ്കരിച്ചു. ഇങ്ങനെ വയസ്സിനും സ്നേഹത്തിനും ബന്ധുത്വത്തിനൊക്കെ അനുസരിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിക്കുക, ആലിംഗനം ചെയ്യുക, അനുഗ്രഹിക്കുക ഒക്കെ ഉണ്ടായി. സമുപേത്യാധ ഗോപാലാൻ ഹാസ്യഹസ്തഗ്രഹാദിഭി വിശ്രാന്തം സുഖമാസീനം പപ്രച്ഛു പര്യുപാഗതാം പൃഷ്ടാശ്ചാനാമയം സ്വേഷു പ്രേമഗദ്ഗതയാ ഗിരാ കൃഷ്ണേ കമലപത്രാക്ഷേ സന്യസ്താഖിലരാധസ. അതിനുശേഷം ഗോപാലാൻ സമുപേത്യ, ഗോപാലന്മാരുടെ അടുത്തെത്തിയിട്ട് ഹാസ്യഹസ്തഗ്രഹാദിഭി, ആ അവരോടുകൂടി ഹാസ്യം, അങ്ങനെ ചിരിച്ച് കൈകളൊക്കെ പിടിച്ച് തേന അനാമയം, അവനാൽ സൗഖ്യം പൃഷ്ട, ആ സൗഖ്യം അനാമയം, ആമയമില്ലാത്ത അവസ്ഥയെ ചോദിക്കപ്പെട്ടവരും കമലപത്രാക്ഷേ, പുണ്ടരീകാക്ഷനായ കൃഷ്ണേ സന്യസ്ത അഖിലരാധസ, സമർപ്പിക്കപ്പെട്ട സകല ഐശ്വര്യങ്ങളോടുകൂടിയവരും പര്യുപാഗത, ആ രാമന്റെ അടുത്തേക്ക് വന്നവരുമായിട്ടുള്ള ഗോപന്മാര് വിശ്രാന്തം സുഖമാസീനം, ക്ഷീണമൊക്കെ തീർന്ന, യാത്രാക്ഷീണമൊക്കെ തീർന്ന സുഖമായിരിക്കുന്ന തം, ആ രാമനോട് പ്രേമഗദ്ഗതയാ ഗിര, പ്രേമം കൊണ്ട് ഗദ്ഗതം വന്നു. അങ്ങനെ ഇടറുന്ന വാക്കുകളെ കൊണ്ട്, ഗിര വാക്കുകൊണ്ട്, സ്വേഷു അനാമയം പപ്രച്ചു, തങ്ങളുടെ ആ സംബന്ധികളിലുള്ള സൗഖ്യത്തെ ചോദിച്ചു എന്നാണ്. യാദവന്മാരുടെ കാര്യങ്ങളൊക്കെ ബലരാമസ്വാമിയുടെ അടുത്ത് ചോദിച്ചു എന്നാണ്. അന്ന് ആദ്യത്തെ ദിവസം അവിടെ എത്തി. അന്ന് അവിടെ സുഖമായിട്ട് കഴിഞ്ഞു ബലരാമസ്വാമി. പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷീണമൊക്കെ തീർന്ന് തൻ്റെ നന്ദഗോപുര ഗൃഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ബലരാമന്റെ അടുത്തേക്ക് ഗോപന്മാര് പലരുമായിട്ട് വന്നു. അതേപോലെ തന്നെ ബലരാമൻ മറ്റ് ഗോപന്മാരുടെ ഗൃഹങ്ങളിലേക്കൊക്കെ പോയി. അങ്ങനെ അവിടെ ചെന്ന് ചിരിച്ചും കൊണ്ട് കൈ കൊടുക്കുക, പ്രഗൃഹ്യ പാണിനാ പാണി, പിന്നെ അവരുടെ ഉപചാരങ്ങളൊക്കെ സ്വീകരിക്കുക. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ബലരാമന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അവർക്ക് ആ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഓർമ്മ വന്നപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അതേ തുടർന്ന് ഗദ്ഗതമുണ്ടായി, തൊണ്ടയിടറി. അങ്ങനെ യാദവന്മാരുടെ ഒക്കെ കുശലത്തെ ബലരാമനോട് ചോദിക്കുകയാണ്. കച്ചിന്നോ ബാന്ധവാ രാമ സർവേ കുശലമാസത്തെ കച്ചിൽ സ്മരധനോ രാമ യൂയം ദാരസുതാന്വിത. ഹേ രാമ, ന ബാന്ധവാ സർവേ കുശലം ആസത്തെ കച്ചിൽ, ഞങ്ങളുടെ ബന്ധുക്കളായിരിക്കുന്ന യാദവന്മാര് കുശലം സൗഖ്യമായിട്ട് ഇരിക്കുന്നില്ലേ? ദാരസുതാന്വിത, ദാരം ഭാര്യ, സുതൻ പുത്രൻ. ഇപ്പോ ദാരത്തോടും ഭാര്യയോടും മക്കളോടൊക്കെ കൂടി ചേർന്നിരിക്കുന്ന യൂയം, നിങ്ങൾ ന സ്മരധ കച്ചിൽ, ഞങ്ങളെ ഓർക്കാറുണ്ടോ? വസുദേവരെ, ദേവകി തുടങ്ങിയവർക്ക് സുഖല്ലേ? ഭാര്യാപുത്രാദികളോട് ചേർന്നിരിക്കുന്ന നിങ്ങൾ ഞങ്ങളെ മറന്നുവോ? എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? അപ്പോൾ ഇവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആണ് പോകുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഭാര്യമാരോടും മക്കളോടൊക്കെ കൂടി സുഖമായിട്ടിരിക്കുന്നുണ്ടോ? ഞങ്ങളെ മറന്നുപോയോ? കൃഷ്ണൻ ചോദിക്കുകയാണ്. ദിഷ്ട്യാ കംസോ ഹത പാപോ ദിഷ്ട്യാ മുക്ത സുഹൃജന നിഹത്യ നിർജിത്യരിപൂൻ ദിഷ്ട്യാ ദുർഗം സമാശ്രിത. പാപഹ കംസ, പാപിയായ കംസൻ, ദിഷ്ട്യ ഭാഗ്യം കൊണ്ട് ഹത കൊല്ലപ്പെട്ടു. സുഹൃജന, സുഹൃത്തുക്കളായ ആളുകൾ, ദിഷ്ട്യ ഭാഗ്യം കൊണ്ട് മുക്ത മോചിതരായി. ജീപൂൻ നിഹത്യ, ശത്രുക്കളെ നിഗ്രഹിച്ചിട്ടും, നിർജിത്യ അവരെയൊക്കെ ജയിച്ചിട്ടും, ദുർഗം ദിഷ്ട്യ സമാശ്രിത, ആ ദുർഗത്തെ ഭാഗ്യം കൊണ്ട് ആശ്രയിച്ചവരായി. എല്ലാം ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഈശ്വരന്റെ കടാക്ഷമാണ് എന്ന് പറയുകയാണ്. ക്രൂരനായിരിക്കുന്ന കംസനെ നിഗ്രഹിച്ചത്,
അത് ഭാഗ്യം. വസുദേവാദികളെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിച്ചത് ഭാഗ്യം. പിന്നെ നേരിട്ട് വന്ന ശത്രുക്കളിൽ പലരെയും കൊന്നതും ചിലരെ ജയിച്ചതും ശത്രുപീഡയിൽ നിന്ന് ആ യാദവന്മാരെ മുഴുവൻ രക്ഷിച്ചതും സാമാന്യമായി സാധാരണ ആളുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത സമുദ്രമധ്യത്തിലുള്ള ദ്വാരക തീർത്തതും ഒക്കെ ഭാഗ്യം തന്നെ. ഗോപ്യോ ഹസന്ധ്യ പപ്രച്ഛു രാമസന്ദർശനാദൃത കച്ചിദാസ്തേ സുഖം കൃഷ്ണ പുരസ്ത്രീ ജനവല്ലഭ. രാമസന്ദർശനാദൃത, രാമന്റെ സന്ദർശനം കൊണ്ടുള്ള ആദരവ്. അങ്ങനെയുള്ള ഗോപികൾ ഹസന്ധ്യ ചിരിച്ചിട്ട് പുരസ്ത്രീ ജനവല്ലഭ, പട്ടണത്തിലെ സ്ത്രീകൾക്ക് ഏറ്റവും പ്രിയനായിരിക്കുന്ന കൃഷ്ണന് സുഖമാണോ, സുഖമായിട്ടിരിക്കണില്ലേ എന്ന് ചോദിക്കുന്ന ആ രംഗം. അതോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ് 8ാമത്തെ ശ്ലോകം വരെ. 9ാമത്തെ ശ്ലോകം മുതലാണ് ഗോപികമാര് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. അതോടുകൂടി നാളത്തോടുകൂടി 65ാമത്തെ അധ്യായം നമുക്ക് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 66ാമത്തെ അധ്യായത്തിൽ ഭഗവാനാടിയ മറ്റൊരു മനോഹരമായിട്ടുള്ള ലീല, അതാണ് ബലരാമസ്വാമി ഗോകുലത്തിലേക്ക് പോയ സമയത്ത് ഭഗവാൻ ഇവിടെ ദ്വാരകയിൽ ആടിയ ലീല. അതിൻ്റെ പ്രത്യേകത എന്താ? അവിടെയാണ് പൗണ്ഡ്രക വാസുദേവൻ എന്ന ഒരു രാജാവിനെ കുറിച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. താൻ തന്നെയാണ് വാസുദേവൻ എന്ന് കരുതി വാസുദേവനെ പോലെ വേഷം കെട്ടി വാസുദേവന്റെ ശംഖചക്ര ഗദാപത്മങ്ങൾ തനിക്ക് വേണം എന്ന് പറഞ്ഞ് ആ സുദർശനം കിട്ടിയ ആള്, ഭഗവാന്റെ ദർശനവും സുദർശനം കൊണ്ട് ഭഗവാന്റെ ആ ചക്രായുധം കൊണ്ട് മോക്ഷവും നേടിയ പൗണ്ഡ്രക വാസുദേവന്റെ കഥയാണ് നമുക്ക് അത് കഴിഞ്ഞാൽ 65ാമത്തെ അധ്യായത്തിൽ കേൾക്കാൻ സാധിക്കുക. ഇപ്പോ ഭഗവാന്റെ പാദങ്ങളിൽ ആദരപൂർവം ഭക്തിപൂർവം ഈ അക്ഷര മലരുകളെ ചേർത്ത് വയ്ക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ.
രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം.
ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.